ആരൊരാൾ പാടുന്ന താരാട്ടും പാട്ടിൽ. അല്ല നമ്മളെ കോയല്ലിരിക്കണേ. അല്ല കോയ, എന്താ അത് പാടത്തുമ്പത്ത് ഇങ്ങനെ വരും അന്തം വിട്ട് കുത്തിരിക്കണ്? എത്ര പാട് ഈ ഇരുത്തം ഇവിടെ ഇരിക്കണ്? ഇതാണ് എന്റെ പ്രശ്നം. കണ്ടില്ലേ ഇതില് ബന്ധവസ്ഥ? ഇത് കണ്ടില്ലേ? ഇത് മാതിരി പല 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 കടികള് പൈസക്കാരുണ്ടാക്കി കുട്ടികൾ വന്നിട്ട് നമ്മൾ റംസാൻ മാസത്തില് പണിയില്ല. ഈ മാസം കുട്ടികൾ ഇങ്ങനത്തെ ഒക്കെ വിളിച്ച് പറയാ, ഞാൻ എന്ത് വാങ്ങി കൊടുക്കുന്നു, എങ്ങനെ വാങ്ങണ പണിയില്ലാത്ത ഞാൻ, ഇതൊന്ന് പറയും. ഇതാണ് എന്റെ അവസ്ഥ. അത് പൊന്നാര കോയ, ഞാൻ ഒരു കാര്യം പറയട്ടെ, ഇത് എന്റെ മാത്രം അവസ്ഥ അല്ല. ഇത് ഇപ്പത്തെ കാലത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു വിധം സാധാരണക്കാരൻ്റെ ഒക്കെ വീടുള്ള അവസ്ഥ അതാണ്. നമ്മള് എന്താ വെച്ച് കഴിഞ്ഞാല് ഓരോന്ന് ഉണ്ടാക്കും, ഫേസ്ബുക്കിലും ഇൻസ്റ്റഗ്രാമിലും സ്റ്റോറി ആയിട്ടും സ്റ്റാറ്റസ് ആയിട്ടും ഇങ്ങനെ ഇടുകയാണ്. അപ്പൊ നമ്മളെ കുട്ടികൾ ഇത് തോണ്ടുമ്പോ ഇത് കാണുകയാണ്. അപ്പൊ ഓല് പറയാണ്, പക്ഷേ ഇന്ന് നമ്മൾ ഇത് ഉണ്ടാക്കല്ലേ, ഇതില് നമ്മള് സാധാരണക്കാരായിട്ട് കുടുങ്ങി പോവാണ്. ഓല് ഉണ്ടാക്കിക്കോട്ടെ, പക്ഷെ ഓല് ദയവ് ചെയ്ത് ഇതിലൊന്നും ഇടരുത്. ഓല് ഉണ്ടാക്കി ഓല് തിന്നോട്ടെ. കാരണം ഓലെ പാത്രത്തിലുള്ളത് നമ്മളെ പാത്രത്തിൽ ഉണ്ടാക്കാൻ നമ്മളോട് കഴിയില്ല. ഇപ്പത്തെ കാലത്ത് പാവങ്ങൾക്ക് ഈ പണിയില്ലാത്തവർക്കൊക്കെ ഇങ്ങനെ ഈ ഡെലിവറി ജോലി ചെയ്യുന്നവർക്ക് ഇങ്ങനൊക്കെ പറയുമ്പോ കയ്യൂല ഉണ്ടാക്കാൻ വലിയ പ്രശ്നമാണ്. പിന്നെ ഓല് ഉണ്ടാക്കണ നമുക്ക് പ്രശ്നമൊന്നുമില്ല. ഇങ്ങനൊക്കെ ഇടുമ്പേ കുട്ടികളിത് പറയുമ്പോ വിയർക്കാണ്. എന്താണ് ചെയ്യുന്നത്? അതിലിവിടെ വന്നിങ്ങനെ ഇരിക്കുക, എന്താ ഞാൻ ചെയ്യുക എന്നുള്ള ചിന്താഗതിയിൽ ഇങ്ങനെ ഇരിക്കുക. അതൊക്കെ ശരിയാവും പോയെ, അതൊക്കെ പഠിച്ചോളേ, അതൊക്കെ ശരിയാവും. വിഷയാക്കണ്ട. ഞാൻ കടയിൽ പോയി ഇവിടെ ഇരിക്കന്നെ. ഞാൻ വരാം. ആയിക്കോട്ടെ, ഞാൻ വരാം.